ഓം ശ്രീകൃഷ്ണായ നമ. നാരായണീയം പ്രഥമസ്കന്ധം ദശകം 1 ഭഗവത് മഹിമാനുവർണ്ണനം ശ്ലോകം 1. ഓം ശ്രീ ഗുരുഭ്യോ നമ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുപവനപുരി ഹന്തഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. കേവലം ഒന്നിനോടും ബന്ധമില്ലാതെ സദാ നിറഞ്ഞിരിക്കുന്ന ആനന്ദവും ജ്ഞാനവും ആകുന്ന സ്വരൂപത്തോടു കൂടിയതും ഒന്നിനോടും സാദൃശ്യത്തെ കൽപ്പിക്കാൻ പാടില്ലാത്തതായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് സാക്ഷിയാകയാൽ കാലാവധിയിൽ നിന്നും എങ്ങും ആകാശം പോലെ നിറഞ്ഞിരിക്കുകയാൽ ദേശാവധിയിൽ നിന്നും വേർപെട്ടതായും അസംഖ്യങ്ങളായ വേദ സാരാർത്ഥങ്ങളായ ഉപനിഷത്ത് വാക്യങ്ങളാൽ ജ്ഞാന രൂപേണ പ്രകാശിക്കപ്പെടുന്നതായും എന്നാൽ പരിശുദ്ധ സത്വഗുണികളല്ലാത്തവർക്ക് സ്പഷ്ടമല്ലാത്തതായും ബ്രഹ്മജ്ഞാനികൾക്ക് പരമപുരുഷാർത്ഥ സ്വരൂപത്തോടു കൂടിയതായും മായാകൃതങ്ങളായ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നും അന്യമായിരിക്കുന്ന ഏക പരമാർത്ഥ തത്വമായ പരബ്രഹ്മം യാതൊന്നോ അതുതന്നെയത്രേ ഗുരുവായൂർ പുരക്ഷേത്രത്തിൽ പ്രശോഭിക്കുന്നത്. ഇപ്രകാരം അതിപ്രയത്നത്താൽ തന്നെയും അതിസുലഭമല്ലാത്ത ആ പരബ്രഹ്മം ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവത് വിഗ്രഹം എന്ന വ്യാജേന ശുദ്ധ സത്വ സ്വരൂപത്തെ അവലംബിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ദൃഷ്ടിഗോചരമായി ഭവിച്ചിരിക്കുന്നു. ജനങ്ങളുടെ മഹാഭാഗ്യം ആശ്ചര്യകരം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് നമ്മളോട് ഈ ശ്ലോകത്തിൽ പറയുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.